നമസ്കാരം. തിരുവോണം ഗംഭീരമായി ആഘോഷിച്ച മലയാളികൾ. ഈ ആഘോഷങ്ങൾക്കിടെ പലയിടത്തും മഴ കൂടിയുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം നേപ്പാളിൽ മിന്നൽ പ്രളയം കനത്ത നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. മരണസംഖ്യ ഉയരുകയാണ്. 100ഓളം ഇന്ത്യക്കാരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് എല്ലാ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ട്. നേപ്പാളിൽ മിന്നൽ പ്രളയം, 15 മരണം, 105 ഇന്ത്യക്കാരടക്കം 384 പേരെ കാണാതായി. വീടുകളും വാഹനങ്ങളും ഒലിച്ചുപോയി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്തും മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവോണം ആഘോഷിച്ച് മലയാളികൾ. നാടും നഗരവും ആഘോഷത്തിൽ. ഓണാശംസകൾ നേർന്ന പ്രധാനമന്ത്രി. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവുമുണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ ഓണസന്ദേശം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിൽ പ്രതിഷേധം ശക്തമാക്കി UDF. ഡിവിഷൻ ഓഫീസിന് മുന്നിൽ MP-മാരുടെ നിരാഹാരം. കേന്ദ്രത്തെ വാമനോട് ഉപമിച്ച് മന്ത്രി സണ്ണി ജോസഫ്. കേന്ദ്രം കേരളത്തെ ചവിട്ടിത്താഴ്ത്തുന്നുവെന്ന ആരോപണം. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ പിടിമുറുക്കി ഇന്ത്യ. ശ്രീലങ്കയ്ക്ക് ഫോളോ ഓൺ. ഒന്നാം ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്ത്. രണ്ടാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടം. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം 16 ആയിരിക്കുകയാണ്. 32 പോലീസുകാരെയും 25 തീർത്ഥാടകരെയും ഉൾപ്പെടെ 384 പേരെ കാണാനില്ലെന്നാണ് റിപ്പോർട്ട്. കാണാതായവരിൽ 104 ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരം. മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാറിലടക്കം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിരവധി ഗ്രാമങ്ങളും റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയതായാണ് വിവരം. ബീഹാറിലും ഉത്തർപ്രദേശിലും ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 3 ജില്ലകളിൽ കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ വരെയുമാണ് മുന്നറിയിപ്പുള്ളത്. നാളെ പുലർച്ചെ വരെയാണ് മുന്നറിയിപ്പ്. കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ചേർത്ത് വെച്ച് ഓണം ആഘോഷിച്ച് മലയാളികൾ. കേരളീയർക്ക് ഓണം എന്നും ഗൃഹാതുരമായ ഒരു ഓർമ്മയാണല്ലേ. പൂക്കളവും ശ്രദ്ധയും കളികളുമായി ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഓരോരുത്തരും. ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഓണപ്പൂക്കളം തന്നെയാണ്. അത് നാടനായാലും മറുനാടനായാലും ഓണപ്പൂക്കളം നിറയാതെ മലയാളികളുടെ മനസ്സ് നിറയില്ല. നമ്മളുടെ പണ്ടത്തെ കാലവും ഇന്നത്തെ ഓണക്കാലവും നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊരു പേരിനെ ഇടുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. പാലടപ്പായസം പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഓണസദ്യ ഭേഷാകൂ. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ തൃക്കാക്കരയപ്പനെ രാവിലെ വെച്ച് അണിഞ്ഞു പൂജിച്ച് പൂവടയും പഴനുറുക്കൊക്കെ ഉണ്ടാക്കി പപ്പടവും ഒക്കെ ഉണ്ടാക്കി പൂജിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്
പിന്നെ എന്തെങ്കിലും ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ അതന്നെ. ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായി. ഇനി നമുക്കൊരു തിരുവാതിരക്കളി ആയാലോ? എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഓണം. ഭയങ്കര ആഘോഷമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഓർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. അമൃത ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണ് ഓണമെന്ന് മോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഓണം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സമൃദ്ധിയുടെയും മനോഭാവത്തിന് കൂടുതൽ കരുത്തു പകരട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. പലയിടത്തും പല രീതിയിലുള്ള ഓണാഘോഷങ്ങളൊക്കെയാണ് ഈ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നത്. കാസർഗോഡ് ഓണാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നിത്യാനന്ദ കോട്ടയിൽ നടക്കുന്ന സംസ്ഥാനതല പൂക്കളം മത്സരം കാണാൻ ആയിരങ്ങളാണ് എത്തിയത്. മനോഹരമായ പൂക്കളങ്ങൾ കാണാൻ എത്തുന്നവർക്ക് ആവേശം പകർന്ന് നിത്യാനന്ദ കോട്ടയിൽ പുലിക്കളിയും നടന്നു. ചെറിയ കാര്യങ്ങളിലും സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ള ഹൃദയവും ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണം സൃഷ്ടിക്കാനാകുമെന്ന് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ ഓണസന്ദേശം. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിരുട്ടിലും പ്രകാശത്തിന്റെ തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയുമെന്നും അമ്മ പറഞ്ഞു. മലയാള നാടും മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാഘോഷമാണ് ഓണം. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞ സമത്വ സുന്ദരമായൊരു ഭൂതകാലം, ആ പോയ കാലത്തെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ, അതുപോലുള്ളൊരു കാലം ഇനിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രത്യാശയും സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്ന വർത്തമാനകാലത്തെ ആഘോഷം. ഒപ്പം ഈശ്വരഭക്തി, ഈശ്വര സമർപ്പണം, ഉന്നതമായ മൂല്യങ്ങൾ എല്ലാം ചേർത്തറിഞ്ഞതാണ് ഓണം. ഈശ്വരഭക്തിയും മനുഷ്യ സ്നേഹവും ഒന്നു ചേരുന്ന കാലമാണ് ഓണക്കാലം. അങ്ങനെ സ്നേഹം, സൗഹൃദം, സഹോദര്യം, സമൃദ്ധി, സമത്വം, സമർപ്പണം തുടങ്ങിയ മഹത്തായ മൂല്യങ്ങൾ ഓണം ഉയർത്തിപ്പിടിക്കുന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഗഹനമായ ആധ്യാത്മിക സന്ദേശം ഉൾക്കൊള്ളുന്നൊരു ചൊല്ലാണത്. നമ്മുടെ സങ്കല്പം കൊണ്ടും മനോഭാവം കൊണ്ടും ജീവിതത്തെ ഒരു ആഘോഷമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ അർത്ഥം. എത്ര പണമുണ്ട്, എത്ര സമ്പത്തുണ്ട്, എത്ര ഭൗതികമായ സൗകര്യങ്ങളുണ്ട് എന്നൊന്നും അല്ല കാര്യം. യഥാർത്ഥ സന്തോഷം തരുന്നത് ശരിയായ മനോഭാവവും കാഴ്ചപ്പാടുമാണ്. സ്നേഹം, സൗഹൃദം, സമൃദ്ധി, സഹകരണം, ആത്മവിശ്വാസം തുടങ്ങിയ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാം. ഏത് സാഹചര്യത്തിൽ നമുക്ക് സന്തോഷമായി കഴിയാം. നമ്മുടെ പ്രയത്നങ്ങളൊക്കെ മികച്ച വിജയം കൈവരിക്കുകയും ചെയ്യും. കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ ഏതൊരു കൂരിട്ടിലും പ്രകാശത്തിൻ്റെ ഒരു നെയ്ത്തിരി കൊളുത്തി വയ്ക്കാൻ നമുക്ക് കഴിയും. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സും നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ ഏത് കഷ്ടപ്പാടിലും ഒരു പൊന്നോണത്തെ സൃഷ്ടിക്കാനാവും. ഇത് തന്നെയാണ് ഓണം നമുക്ക് നൽകുന്ന പ്രധാനമായ സന്ദേശം. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും ഭാവിയിലേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കാനും ഓണം നമ്മെ പഠിപ്പിക്കുന്നു. ആ വിശ്വാസവും ആഹ്ലാദവും ഉത്സാഹവും ജീവിതത്തിൽ നിന്നും നമ്മളൊപ്പം ഉണ്ടായിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ വാമനരൂപത്തിലേക്ക് നീശങ്ങൾ വളർന്നു വലുതായി നമ്മൾ ഈശ്വരാനുഭൂതിയിലേക്ക് ഉയർത്തട്ടെ. അനുകൃപ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആഘോഷ രീതികളെ സ്വയം പുതുക്കുകയും പുതുമകളെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നതാണ് ഓണത്തെ എന്നും പുതുമയുള്ളതാക്കുന്നത്. റീലുകൾ കളം നിറയുന്ന ഈ കാലത്ത് ഓണം റീലോണമായി മാറുകയാണ്. ആറും അറുപതും ഒന്നുപോലെയാണെന്നത് പഴങ്കഥ. റീലോണക്കാലത്ത് എല്ലാവരും ഒന്നുപോലെയാണ്. കാര്യങ്ങൾ വിചാരിച്ചത്ര സിമ്പിളല്ല. റീലുകളിൽ ഷോട്ടുകൾ പലവിധമാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഫ്രെയിമിന് റിസ്ക് ലേശം കൂടുതലാണ്.
ഫ്രെയിമുകൾ വെറൈറ്റിയാക്കാൻ ഇങ്ങനെ ചില പൊടിക്കൈകളുമുണ്ട്. എടുത്ത ഫോട്ടോ അപ്പോൾ തന്നെ വിലയിരുത്തണം, അത് മസ്റ്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്പോട്ടിൽ റിപ്ലൈ. ഓരോ വർഷവും ഓണം ചെറുപ്പമാവുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം എബി ജോൺ തോമസ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവോണത്തെ വരവേറ്റ് തൃക്കാക്കര ക്ഷേത്രം. തിരുവോണ ദിനത്തിലെ പ്രധാന ചടങ്ങുകളിലും സദ്യയിലും പങ്കെടുക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രസന്നിധിയിലേക്ക് എത്തിയത്. ഓണത്തിന്റെ ഐതിഹ്യവും ഒപ്പം തൃക്കാക്കരയപ്പന്റെ മഹത്വവും ഓർമ്മിപ്പിക്കുന്ന വിവിധ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങൾ. ഓണത്തിന്റെ ചരിത്രവും ഐതിഹ്യവും ഒത്തൊരുമിക്കുന്ന കൊച്ചി തൃക്കാക്കര ക്ഷേത്രത്തിൽ ഓണാഘോഷം നടന്നു. രാവിലെ ക്ഷേത്ര ചടങ്ങുകളോടെയാണ് ആഘോഷങ്ങൾ ആരംഭിച്ചത്. തുടർന്ന് തിരുവോണ സദ്യയും ഭക്തർക്കായി വിളമ്പി. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, മന്ത്രിമാരായ റോജി എം ജോൺ, വി അബ്ദുൽ ഗഫൂർ, എം പി ഹൈബി ഈഡൻ എന്നിവർ ചേർന്നാണ് ഓണസദ്യ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നടക്കം ഭക്തർ തിരുവോണ നാളിൽ തൃക്കാക്കരപ്പനെ തൊഴാനും പ്രസാദമായ സദ്യ കഴിക്കാനും എത്തി. മന്ത്രിയായി അതിനുശേഷം ആദ്യമായിട്ടാണ് ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നതും ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതും സദ്യയിൽ പങ്കെടുക്കുന്നതും ഒക്കെ. എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ഓണാശംസകൾ. അത്തം മുതൽ 10 ദിവസമാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. വാമനമൂർത്തി മഹാബലിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് തൃക്കാക്കരയിലാണെന്നാണ് വിശ്വാസം. അമൃത ന്യൂസ്, കൊച്ചി. ആചാരാനുഷ്ഠാനങ്ങളുടെ നിറവിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷം. പാർത്ഥസാരഥിയുടെ തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി തിരുവോണത്തോണിയെത്തി. കാട്ടൂർ ക്ഷേത്രത്തിൽ നിന്നും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച യാത്രയാണ് പുലർച്ചെ 6 മണിയോടെ ആറന്മുള ക്ഷേത്രക്കടവിൽ എത്തിയത്. പുലർച്ചെ 5:30 ആറന്മുള ക്ഷേത്രക്കടവിലെത്തിയ തിരുവോണത്തോണിയെ ക്ഷേത്രം ഭാരവാഹികളും കരക്കാരും ഭക്തരും ചേർന്ന് സ്വീകരിച്ചു. പരമ്പരാഗത രീതിയിൽ തടിയുരലിൽ കുത്തിയെടുത്ത അരി മുതൽ കദളിപ്പഴം വരെയുള്ള സർവ്വ വിഭവങ്ങളുമായാണ് കുമാരനല്ലൂർ മങ്ങാട്ട് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നായകത്വത്തിൽ തിരുവോണത്തോണി എത്തിയത്. നിരവധി പള്ളിയോടങ്ങൾ തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തി. മഴയത്തും ഭക്തിസാന്ദ്രമായിരുന്നു ക്ഷേത്ര പരിസരം. പാരമ്പര്യ തനിമയിൽ തിരുവോണത്തോണി വരവ് നടന്നിരിക്കുകയാണ്. ഭഗവാന് ഇന്ന് തിരുവോണ സദ്യയ്ക്ക് ഉണ്ണാനുള്ള വിഭവങ്ങളുമായി മങ്ങാട്ട് ഭട്ടതിരിപ്പാട് വിഭവങ്ങൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു വർഷത്തേക്ക് കടാവിളക്കായി സൂക്ഷിക്കുന്ന ഒരു ദീപം കാട്ടൂര് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും അകത്ത് കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ തിമിർപ്പിലാണ്. കാട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും കൈമാറിയ വിളക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ കെടാവിളക്കിലേക്ക് അഗ്നിയായി പകർന്നു. ഇതിനുശേഷം ക്ഷേത്രത്തിലെ പതിവ് പൂജകൾ ആരംഭിച്ചു. വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം കിഴി സമർപ്പിച്ചാണ് മങ്ങാട്ട് ഭട്ടതിരിയുടെ മടക്കം. ഇനി ഉത്രട്ടാതി വള്ളംകളിക്കായുള്ള ഒരുക്കത്തിലാണ് ആറന്മുള ദേശക്കാർ. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരുവോണ ദിവസമായ ഇന്ന് ശബരിമല സന്നിധാനത്ത് അയ്യപ്പ ദർശനത്തിനായി നിരവധി ഭക്തരാണ് എത്തിയത്. പുലർച്ചെ പെയ്ത തോരാ മഴയെയും അവഗണിച്ച് നിരവധി പേർ ദർശന പുണ്യം തേടിയെത്തിയിരുന്നു. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ തിരുവോണ നാളിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും സന്നിധാനത്ത് നടന്നു. ഇത്തവണ തിരുവോണ സദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ് നടത്തിയത്. ഓണത്തോടനുബന്ധിച്ചുള്ള 5 ദിവസത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി മറ്റന്നാൾ ചതയം നാളിൽ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി ക്ഷേത്രനട അടയ്ക്കും. ഈ തിരുവോണമൊക്കെ പലയിടത്തും പല രീതിയിൽ ഗംഭീരമായി ഒക്കെ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിനും ഇടയിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരങ്ങൾ അങ്ങനെ തുടരുകയാണ്. വിവിധ ആവശ്യങ്ങളുമായി 3 വിഭാഗങ്ങളാണ് ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഡ്രൈവർ റാങ്ക് ഹോൾഡർമാർ, പ്രീ പ്രൈമറി റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികൾ, വേളി ടൂറിസ്റ്റ് വില്ലേജിലെ സുരക്ഷാ ജീവനക്കാർ എന്നിവരാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാത്തതിലുള്ള ആശങ്കയാണ് ഓൾ കേരള ഡ്രൈവർ റാങ്ക് ഹോൾഡർമാർ ഉയർത്തുന്നത്.
സർക്കാർ വാഹനങ്ങളിലെ താൽക്കാലിക ഡ്രൈവർമാരെ മാറ്റി PSC മുഖേന നിയമനം നടത്തുകയുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണ് തിന്നുകൊണ്ടായിരുന്നു ഇന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. അനുവദിച്ചിട്ടുള്ള തസ്തികകൾ വാഹനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിയമനം നൽകേണ്ടതില്ല എന്നുള്ളൊരു മുൻകാല ഗവൺമെൻറ്റിൻ്റെ ഓർഡർ നിലനിൽക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ലിസ്റ്റ് മുന്നോട്ട് നീങ്ങാതാവുകയും ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റുകൾ അവർ പിൻവലിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ്. താൽക്കാലികക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് വാഹനമുണ്ട്, എന്നാൽ ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന ആ സാങ്ഷൻഡ് പോസ്റ്റുകളിൽ വാഹനമില്ല. അപ്പോൾ ഒന്നല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ താൽക്കാലികക്കാരെ മാറ്റി ഞങ്ങൾക്ക് നിയമനം തരിക. ഞങ്ങളിവിടെ അർഹരായിട്ടുള്ളവരാണ് വന്നിരിക്കുന്നത്. പ്രീ പ്രൈമറി റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരത്തിലാണ്. എല്ലാ സർക്കാർ സ്കൂളുകളിലും പ്രീ പ്രൈമറി വിഭാഗത്തിന് ഓരോ തസ്തിക വീതം അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം. വേളി ടൂറിസ്റ്റ് വില്ലേജിലെ സുരക്ഷാ ജീവനക്കാരുടെ പ്രതിഷേധം CPM നേതാവ് V. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ജോലി നഷ്ടപ്പെട്ട സുരക്ഷാ ജീവനക്കാരാണ് സമരവുമായി രംഗത്തെത്തിയത്. 3 മാസമായില്ലേ ഞങ്ങൾ വെളിയിലായിട്ട്, വേറെ വരുമാനമൊന്നുമില്ല. നമ്മളെ വീട് ആ ടൂറിസ്റ്റ് വില്ലേജിന്റെ പരിസരത്താണ്. ഞങ്ങളുടെ വീടും സ്ഥലമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ജോലിക്ക് കയറ്റിയത്. ഇപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നമ്മളെയൊക്കെ വെളിയിലാക്കി. എന്ത് ചെയ്യും? തിരുവോണനാളിൽ തലസ്ഥാനത്ത് ആഘോഷങ്ങൾ സജീവമാകുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവകാശങ്ങൾക്കായുള്ള പ്രതിഷേധം തുടരുകയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവാർപ്പ് പഞ്ചായത്തിൽ പ്രളയം ആവർത്തിക്കപ്പെടാതിരിക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് തിരുവോണ ദിനത്തിൽ ഒറ്റയാൾ സമരം. BJP തിരുവാർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും കർഷകനുമായ മുരളീകൃഷ്ണനാണ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. പഴുക്കാനിലം കായലിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളി നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. കോട്ടയം ജില്ലയിൽ ഈ മാസം ഏറ്റവും കൂടുതൽ മഴക്കെടുതികൾ നീണ്ടുനിന്നത് തിരുവാർപ്പ് പഞ്ചായത്തിലായിരുന്നു. പഞ്ചായത്തിലെ 80% പ്രദേശങ്ങളും 2 ആഴ്ചയിലധികം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ഇത് മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്കം ആവർത്തിക്കാതിരിക്കാൻ പഴുക്കാനിലം കായലിലെ ചെളി നീക്കം ചെയ്ത് ആഴം കൂട്ടണമെന്നാവശ്യപ്പെട്ടാണ് BJP തിരുവാർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുരളീകൃഷ്ണൻ തിരുവോണ ദിനത്തിൽ ഉപവാസ സമരം നടത്തിയത്. പഴുക്കാനിലം കായലെന്ന് പറയുന്ന മീനച്ചിലാറിൻ്റെ എൻഡാണ്. അവിടെ ND-ഗ്യാപ്പ് ഇട്ട് വെച്ച് ഈ മൺകൂനകളാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ ND-ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് മേഖലയിലേക്ക് മീനച്ചിലാറിൽ നിന്ന് വരുന്ന വെള്ളം മറ്റ് ഇടത്തോടുകളിലേക്ക് കയറി അതിഭയങ്കരമായ ഈ തിരുവാർപ്പിൻ്റെ മറ്റ് പ്രദേശങ്ങളിലേക്ക് വെള്ളം ഒഴുകി കയറുന്ന ഒരു ഭാഗമാണുള്ളത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്ത് വെള്ളപ്പൊക്കമാണ് ഈ തിരുവാർപ്പ് പഞ്ചായത്തിൽ അനുഭവിക്കുന്നത്. എല്ലാ മഴക്കാലത്തും തിരുവാർപ്പിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ടെങ്കിലും ആഴ്ചകളോളം വെള്ളം കെട്ടി നിൽക്കുന്നത് പഴുക്കാനിലം കായലിലെ ചെളി നീക്കം ചെയ്യാത്തത് മൂലമാണ് എന്നാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്ന വിമർശനം. മീനച്ചിലാറും കൊടൂരാറും ചേർന്ന് രൂപപ്പെട്ടിട്ടുള്ള പഴുക്കാനിലം കായലിൽ 2018 പ്രളയത്തെ തുടർന്ന് വലിയ തോതിൽ ചെളി അടിഞ്ഞുകൂടിയത് മൂലം വേമ്പനാട്ട് കായലിലേക്കുള്ള അടിയൊഴുക്ക് തടസ്സപ്പെട്ടതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വെള്ളപ്പൊക്കങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനെ തുടർന്ന് മുൻപ് വർഷത്തിൽ 2 കൃഷികൾ നടത്തിയിരുന്ന പാടങ്ങളിൽ പലതിലും നിലവിൽ ഒറ്റ കൃഷിയിലേക്ക് ചുരുങ്ങി. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുള്ള ഒരു മേഖലയാണ്. ഇവിടെ ഈ വെള്ളപ്പൊക്കം കാരണം ഇരുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായി നിന്നു. ഇന്നിപ്പം 2 കൃഷി ചെയ്യുന്ന 1-2 പാടങ്ങളാണ് തിരുവാർപ്പ് പഞ്ചായത്തിലുള്ളത്. 25-ൽ പരം പാടങ്ങളുള്ള ഈ തിരുവാർപ്പ് പഞ്ചായത്തിൽ 2-3 പാടങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു പാടത്തും നമുക്ക് ഈ വർഷകൃഷി ചെയ്യാൻ പറ്റുന്നില്ല. പഴുക്കാനിലം കായൽ ശുചീകരണത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിഫ്ബി വഴി ഫണ്ട് വകയിരുത്തിയിരുന്നെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്നും മുരളീകൃഷ്ണൻ ആരോപിച്ചു. തിരുവോണ ദിനത്തിലേത് സൂചനാ സമരം മാത്രമാണെന്നും പഴുക്കാനിലം കായലിലെ ചെളികോരി നീക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ വരുന്നാളുകളിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മുരളീകൃഷ്ണൻ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോട്ടയം. പുതുപ്പള്ളി ഹൗസിലെ ഓണാഘോഷം ഇത്തവണയും കാരുണ്യ സ്പർശമായിരുന്നു. ക്യാൻസർ രോഗികളായ നിരവധി പേർക്കൊപ്പമാണ് ചാണ്ടി ഉമ്മൻ MLA-യും കുടുംബവും ഓണമുണ്ടത്. ഇത് 11ാം വർഷമാണ് ജഗതിയിലെ പുൽപ്പള്ളി ഹൗസിൽ ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുന്നത്. 6 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർ ഉണ്ടായിരുന്നു ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിൽ പ്രത്യേകമായി തയ്യാറാക്കിയ പന്തലിൽ. കഴിഞ്ഞ 11 വർഷമായി തുടരുന്ന പതിവിനെക്കുറിച്ച് മറിയാമ്മയുമ്മൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഉമ്മൻചാണ്ടി ഓർമ്മകളിൽ നിറഞ്ഞു. ഈ സമയത്ത് ഉമ്മൻചാണ്ടി ആ ലോകത്തും ഞാൻ ഈ ലോകത്തുമാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഉമ്മൻചാണ്ടി, ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനും. 11ാമത്തെ വർഷമാണ് ഈ ഓണാഘോഷം ഇവിടെ ഇങ്ങനെ നിങ്ങളുമായിട്ട് ചേർന്ന് നടക്കുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന്, അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. എല്ലാ ഓണാശംസകളും ഉമ്മൻചാണ്ടിയുടെ എൻ്റെയും കുടുംബത്തിൻ്റെ ഓണാശംസകളുണ്ട്. ഇതുപോലെ ഞങ്ങൾ ഇത് ഉമ്മൻചാണ്ടി ഇല്ലാത്ത 4ാമത്തെ വർഷമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മഹാബലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക.
പിതാവ് തുടങ്ങിവെച്ച പദ്ധതി കഴിയുന്നിടത്തോളം കാലം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ചാണ്ടി ഉമ്മൻ MLAയും സഹോദരി മറിയ ഉമ്മനും. വലിയൊരു നന്മ പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. തിരുവോണത്തിൽ മാവേലി നാട് പാണ്ടിട്ടുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ഓണത്തിൻ്റെ തിരുവോണം എത്ര ഇതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ നല്ല കാര്യമാണ്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഇവരോടൊപ്പം ആഘോഷിക്കാൻ പറ്റുക, ആഘോഷം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷേ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ പറ്റുക, ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു ദൈവത്തിൻ്റെ നിയോഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ തുടങ്ങി വെച്ചതാണ്. 11 വർഷമായി. ഞങ്ങളെ കൊണ്ടാകാവുന്ന വിധം എത്ര വർഷം തുടരാമോ ഞങ്ങളടുത്തുള്ളപ്പോൾ അത്രയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഓരോരുത്തരും അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ പരിപാടി നടത്തിയത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും നടത്തുന്ന ശ്രീ ലത്തീഫാണ്. അദ്ദേഹത്തിന് നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നടത്തുന്നത്. കാരണം അദ്ദേഹം അപ്പയോടുള്ള സ്നേഹത്തിൽ, കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു ഈ ദിവസം നടത്തണം എന്ന് പറഞ്ഞ ഒരു നിർബന്ധപ്രകാരമാണ് ഇന്നും അദ്ദേഹം നടത്തുന്നത്. കഴിഞ്ഞ 11 വർഷമായി. ഓണസദ്യക്കൊപ്പം ഓണക്കോടിയും സമ്മാനിച്ചാണ് ഇത്തവണയും പുതുപ്പള്ളി ഹൗസ് ഇവരെ യാത്രയാക്കിയത്. മന്ത്രി ടി സിദ്ദിഖും പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനത്തിനെതിരെ മലബാറിലെ UDF MPമാരുടെ നിരാഹാരം തുടരുകയാണ്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP നടത്തിയ നീക്കമാണ് ഡിവിഷൻ വിഭജനത്തിന് പിന്നിലെന്നാണ് UDFന്റെ ആരോപണം. 7 MPമാരാണ് സമരവേദിയിലുള്ളത്. പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് സമരം. കേന്ദ്രത്തെ വാമനനോട് ഉപമിച്ച് മന്ത്രി സണ്ണി ജോസഫ്. കേന്ദ്രം കേരളത്തെ ചവിട്ടി താഴ്ത്തുകയാണെന്നും സമരത്തിനിടെ സണ്ണി ജോസഫ് ആരോപിച്ചു. Everybody knows it amply well because detaching Mangalore from Palakkad division is an unjustifiable decision that is against the Kerala people taken by the central government. We are agitating against that unilateral decision. To correct it, we are calling and requesting the Prime Minister to intervene, and the Kerala MPs are on a hunger strike today on Tiruvonam Day. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ പ്രദേശം സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പഠനം നടത്തിയാണ് റോഡ് നിർമ്മാണം നടത്തിയതെന്നാണ് കരാർ കമ്പനി അവകാശപ്പെടുന്നത്. ഡിസൈനിൽ പിശക് പറ്റിയെന്നത് ഗഡ്കരി തന്നെ സമ്മതിച്ചതാണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയോട് ഇണങ്ങിയ രീതിയിൽ ദേശീയപാത നിർമ്മാണം നടത്താമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഇനിയൊരു അപകടം ഉണ്ടാകരുതെന്നും അതിനുവേണ്ട നടപടികളാണ് എടുക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ഈ ദുർഘട സദ്യയിൽ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഇതൊരു തീർത്തും അപ്രതീക്ഷിതമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. 2023 ഈ സ്ഥലത്ത് വലിയ തോതിലൊരു മണ്ണിടിച്ചിലുണ്ടാവുന്നത്. അതുമായി ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേ നല്ല പഠനം നടത്തിയിരുന്നതിനെയാണ് അവർ അവകാശപ്പെടുന്നത്. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ പ്രദേശം രാജ്യസഭ MP C സദാനന്ദൻ സന്ദർശിച്ചു. പ്രദേശത്ത് കൃത്യമായ പരിശോധന നടത്തണം, വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ശാസ്ത്രീയമായി പഠിച്ച് പ്രശ്നം പരിഹരിക്കണമെന്നും C സദാനന്ദൻ ആവശ്യപ്പെട്ടു. നമ്മളിപ്പോൾ ഈ കാര്യത്തിൽ ഇന്നലെ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് പല കോണുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിയും. എവിടെയാണ് പ്രശ്നമുണ്ടായത്? കരാറുകാരൻ്റെയാണോ, അതോ ജില്ലാ ഭരണകൂടത്തിൻ്റെയാണോ, അതല്ല ഹൈവേ അതോറിറ്റിയാണോ, ഏതാണ് ആരാണ് എന്നുള്ളത് ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലൂടെ വേണം കണ്ടെത്താൻ. എന്തുകൊണ്ട് ശാസ്ത്രീയ അന്വേഷണം എന്ന് വെച്ചാൽ നാളെ ഇതുണ്ടാവരുത്. ഇപ്പോൾ ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതേ സ്ഥലത്ത് തന്നെ കുറച്ച് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആവശ്യമായ രീതിയിൽ അന്വേഷണം നടത്തുകയും മണ്ണിൻ്റെ ഘടനയെ സംബന്ധിച്ചുള്ള മഴ പെയ്യുന്ന സമയത്ത് ജലനിർഗമന സംവിധാനത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ പരിശോധനയൊന്നും നടന്നില്ലെങ്കിൽ തീർച്ചയായും ഇത് നടത്തേണ്ട ആളുകൾ തന്നെയാണ് ഉത്തരവാദികൾ. അപ്പം അത് ആരുടെ ഭാഗത്താണ് ആ വീഴ്ച വന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കാൻ അമേരിക്ക US വിസയ്ക്കായുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചു. H1B വിസ അപേക്ഷകൾക്ക് കനത്ത ഫീസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഈ പുതിയ നടപടി. അമേരിക്കയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ അടക്കമുള്ളവർക്ക്
കനത്ത തിരിച്ചടി നൽകി കുടിയേറ്റ നിയന്ത്രണം കടുപ്പിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ആഗോളതലത്തിൽ അമേരിക്കൻ എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ അഭിമുഖങ്ങളും മറ്റ് നടപടിക്രമങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ് ട്രംപ്. വിസ അഭിമുഖത്തിന് സമയം ലഭിച്ച് കാത്തിരിക്കുന്നവർക്ക് അപ്പോയിന്റ്മെന്റ് മാറ്റിവെച്ചതായുള്ള ഇമെയിൽ സന്ദേശം ലഭിച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന സന്ദേശത്തിൽ പറയുന്നുണ്ടെങ്കിലും എത്ര കാലത്തേക്കാണ് നടപടിക്രമങ്ങൾ നിർത്തിവച്ചിരിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല. US എംബസികളിലും കോൺസുലേറ്റുകളിലുമുള്ള ജീവനക്കാർക്കായി നടത്തുന്ന പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് നടപടിയെന്നാണ് വിദേശകാര്യ വകുപ്പ് വക്താവിനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 അധികാരമേറ്റത് മുതൽ രാജ്യത്തെ കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടികളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. തൊഴിൽ വീസയായ H-1Bയിലും സമഗ്രമായ മാറ്റത്തിന് ട്രംപ് ഒരുങ്ങുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായി അപേക്ഷാ ഫീസ് കുത്തനെ ഉയർത്താനാണ് ശുപാർശ. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കാണ് ഇത് കനത്ത തിരിച്ചടിയാകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ഹോർമുസ് ഉടൻ തുറന്നേക്കുമെന്നാണ് സൂചന. വിഷയത്തിൽ ഇറാൻ, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തി. താൽക്കാലിക ഇടനാഴി ഉടനെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായും ഉടൻ ചർച്ചകൾ നടത്തും. ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാകുമെന്നും ഒമാൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ താൽക്കാലിക ഇടനാഴി സൃഷ്ടിക്കുന്നതും കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്.